തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ യുവാവിനെ തല്ലിക്കൊന്നു. തൃശൂരിലെ സ്വരാജ് ഗ്രൗണ്ടിന് ഏകദേശം 300 മീറ്റർ മാറി പ്രവർത്തിക്കുന്ന ഒരു പെൺവാണിഭ കേന്ദ്രത്തിൽ ഒരു യുവാവിനെ ഇന്ന് അതിദാരുണമായി തല്ലിക്കൊന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പെൺവാണിഭ കേന്ദ്രം നടത്തുന്നതും അതിൻ്റെ ഉപഭോക്താക്കളും എല്ലാം തന്നെ മലയാളികളല്ല, മറിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമുക്കറിയാമല്ലോ, പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ഓരോ ജില്ലകളിലും അതാത് കേന്ദ്രങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വീടുകൾ വാടകയ്ക്കെടുത്ത് അവർ കൂട്ടത്തോടെ താമസിക്കാറുണ്ട്. അങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു സ്വരാജ് റൗണ്ടിന് ഏതാണ്ട് 300 മീറ്റർ മാറിയിട്ടുള്ള കോരപ്പത്ത് ലൈൻ എന്ന് പറയുന്ന ആ ലൈനിലെ ഒരു 2 നില വീട്. അവിടെ ഈ പറയുന്ന ഒരു 7-8 പേർ ചേർന്നുകൊണ്ട് വീടെടുത്തു. യാതൊരു തരത്തിലെ സംശയവും പോലീസിന് ഉണ്ടായിരുന്നില്ല. ആ വീട് ഒരു മലയാളിയുടേതാണ്. ആ ഉടമസ്ഥനും കാര്യമായ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ പറയുന്നത് പോലെ വീടെടുത്ത് താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. അങ്ങനെയാണ് ഇവരും ഈ 7 പേരും ആണ് ഈ വീടെടുത്ത് താമസിക്കുന്നത്. അല്ലെ, ബിച്ചു നായിക് എന്ന് പറയുന്നയാളാണ് ഇതിൻ്റെ നേതാവ്. ഈ വീടിനെ പിന്നീട് ക്രമേണ അവർ ഒരു പെൺവാണിഭ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവിടെ മലയാളികളെ ഇവർ പ്രവേശിപ്പിച്ചിരുന്നില്ല, മറിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ഇവർ കസ്റ്റമേഴ്സായി ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ള ഒരു പെൺവാണിഭ കേന്ദ്രമായി ബിച്ചു നായിക്കിൻ്റെ ഈ വീട് മാറി. ബിച്ചു നായിക്കിനെ കൂടാതെ മൊഹന്തി നായിക്ക്, മസുക, റുബീന ബീഗം, നസീൻ അക്താര, നോബി ഹുസൈൻ, മച്ചാനി ഖാത്തൂർ, ഇത്രയും പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഈ ജൂൺ 18-ാം തീയതി ഈ ഇടപാടുകാർ 2 പേർ വന്നു. അതിലെ ഒരാളാണ് ധൻപത് നായിക്. കൊല്ലപ്പെട്ട ആളുടെ പേരാണ് ധൻപത് നായിക്. അദ്ദേഹവും 2 സുഹൃത്തുക്കളും കൂടിയാണ് ഈ പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പെൺവാണിഭ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ തർക്കമുണ്ടായി. പണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഉണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. ഈ തർക്കം വലുതാവുകയും അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ധൻപത് നായിക്കും 2 സുഹൃത്തുക്കളും പെട്ടെന്ന് തന്നെ മടങ്ങി. പക്ഷേ ഇവരെ പിന്തുടർന്ന് വീണ്ടും ഇവർ ഈ പറയുന്ന ബിച്ചു നായിക്കും സംഘവും ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ധൻപത് നായിക്കിനെ അതിക്രൂരമായി ബിച്ചു നായിക്കും സംഘവും കൂടി അടിച്ച് അവശരാക്കി. അവിടെ വെച്ച് തന്നെ അതിക്രൂരമായി അദ്ദേഹത്തിന് മർദ്ദനമേറ്റു. തുടർന്ന് ഈ ധൻപത് നായിക്കിൻ്റെ ഒപ്പം വന്ന 2 സുഹൃത്തുക്കളുണ്ടല്ലോ, 3 പേരാണ് വന്നത്. അതിലെ ധൻപത് നായിക്കിനാണ് ഈ പറയുന്ന 7 അംഗ സംഘത്തിൻ്റെ മർദ്ദനമേറ്റത്. ആ മർദ്ദനമേറ്റ് ബോധം പോയ ഈ ധൻപത് നായിക്കിനെ ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു. തലയ്ക്ക് പുറകിൽ അടിയേറ്റതിൻ്റെ ഭാഗമുണ്ട്. ആ അടിയുടെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ ധൻപത് നായിക്ക് കൊല്ലപ്പെട്ടത്. അത്തരം വിശദാംശങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് തലയ്ക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കാവാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഉള്ളത്. അവരാണ് പ്രധാനമായിട്ടും ഈ ഒരു പെൺവാണിഭ കേന്ദ്രത്തിൽ ഈ ബിച്ചു നായിക്കിനെ കൂടാതെ ഉള്ളത്. ബിച്ചു നായിക്കാണ് നടത്തിപ്പുകാരൻ. അപ്പോൾ അവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് വീടിന്റെ പിൻഭാഗത്തുള്ള വഴിയാണ്. മുൻവാതിലിലൂടെ ആരെയും, അതായത് പ്രധാന ഗേറ്റിലൂടെ ആരെയും കടത്തിവിട്ടിരുന്നില്ല. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പുറകിലത്തെ വഴിയിൽ കൂടെയാണ് ഇടപാടുകാർക്ക് കടന്നു വരാനുള്ള വഴി ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് അവിടെ ആർക്കും അങ്ങനെ സംശയം തോന്നിയിരുന്നില്ല. കാരണം അവിടെ പല ഭാഗത്തും ഇത്തരത്തിൽ ഭായിമാർ ചേർന്ന് മുറികൾ എടുക്കാറുണ്ട്. അത്തരത്തിലൊരു വീടെന്ന രീതിയിലായിരുന്നു അയൽക്കാരും ഇതിനെ കണ്ടിരുന്നത്. മാത്രമല്ല, ശബ്ദവും ബഹളവും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല. മദ്യപിച്ചുള്ള ബഹളവും അങ്ങനെയൊന്നും ഇല്ല. സാധാരണ ഭായിമാരുടെ അടുക്കലുള്ള ഒരു പ്രശ്നമാണല്ലോ ഈ മദ്യപിച്ചുള്ള റോഡിൽ കിടന്നുള്ള ബഹളമൊക്കെ. അത്ര അഭ്യാസങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി തന്നെ ഇവർ വരുന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് തൊട്ടടുത്ത വീട്ടുകാർക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല. പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ രേഖകളും കൊടുത്തിട്ടാണ് ഇവർ മുറിയെടുത്തത്. അങ്ങനെ ഈ വീട് വാടകയ്ക്കെടുക്കുകയും അവിടേക്ക് ഈ ഇടപാടുകാരെ എത്തിക്കുകയും ചെയ്തത്. ഇടപാടുകാർക്കറിയാം ഇന്നിടത്ത് ഉണ്ട്, ഭായിമാർക്കറിയാം ഇന്നിടത്ത് പെൺവാണിഭ കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. മറ്റുള്ള പൊതുസമൂഹത്തിന് ശ്രദ്ധ അവിടേക്ക് പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയുമാണ് ഇപ്പോൾ തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ കൂട്ടം ചേർന്നാണ് മർദ്ദിച്ചത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെ 18-ാം തീയതി നടന്ന ഒരു സംഭവം ഇന്നാണ് ഈ മരണവിവരം പുറത്തറിയുന്നത്.
അവിടെ തന്നെ ഒരുപക്ഷെ 18-ാം തീയതി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇങ്ങനെ മർദ്ദനമേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിനെ അറിയിക്കുമല്ലോ. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമല്ല. അദ്ദേഹം മരിച്ചു. ധൻപത് നായിക് എന്ന് പറയുന്ന ഒരു ഒഡീഷക്കാരനാണ് ഇദ്ദേഹം. ഒപ്പം ബിച്ചു നായിക്കും ഒഡീഷക്കാരനാണ്. ഒഡീഷയിലെ സ്വദേശികളാണ് ഭൂരിപക്ഷം പേരും. ആ ഒഡീഷക്കാരാണ് ഇത് നടത്തുന്നത്. പക്ഷേ കസ്റ്റമേഴ്സായിട്ട് വരുന്നത് നമ്മുടെ ഈ പറയുന്ന പശ്ചിമ ബംഗാളിലും അവിടെ നിന്നും ആസാമിൽ നിന്ന് വരുന്ന എല്ലാ തരത്തിലെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭായിമാരാണ് അവിടെ കസ്റ്റമേഴ്സായിട്ട് വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ധൻപതി നായിക്കിൻ്റെ ഈ ഒരു കൊല അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ തൃശ്ശൂരിൻ്റെ സിറ്റിക്ക് നടുക്കാണ് ഈ ഒരു വീട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും ആൾക്കൂട്ടമുണ്ടായിട്ടും അവിടെ ഇത്ര നിശബ്ദമായിട്ടുള്ളൊരു കൊല എങ്ങനെ നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഒരു മർദ്ദനം എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ള ഒരു അന്താളിപ്പിലാണ് പോലീസും ഒപ്പം തന്നെ അയൽവാസികളും. കാരണം ഇത്രയും പേർ ചേർന്ന് ഈ 3 പേരാണ്, ധൻപതി നായിക്കും ഒപ്പം 2 പേര്. ധൻപതി നായിക്കും ആയിട്ടായിരുന്നു ഈ 7-അംഗ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിന്നിരുന്നത്. അദ്ദേഹമാണ് ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് അയാളാണ് ഇവിടെ തർക്കമുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെയാണ് ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത്. 2 പേര് ഈ പറയുന്ന മർദ്ദനമേറ്റ് അബോധാവസ്ഥയിൽ കിടക്കുന്ന ധൻപതി നായിക്കിനെ കൊണ്ട് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് തുടർന്നും ബിച്ചു നായിക് അടക്കമുള്ള ഈ 7-അംഗ സംഘം അവിടെ തന്നെ തുടർന്നും 18-ാം തീയതിക്ക് ശേഷം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെങ്ങും പോയില്ല. ഈ കൊലപാതകം നടന്നതിന് ശേഷം അവരവിടെ തന്നെ പഴയതുപോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ ഇടപാടുകൾ നടത്തി വരികയായിരുന്നു. എന്ന് തന്നെയായാലും പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഭായിമാർ ഉൾപ്പെടുന്ന ഒരുപാട് ക്രിമിനൽ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഈ ഭായിമാരുണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള ക്രൈമുകൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ ഈ ഭായിമാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഈ നമ്മുടെ കേരളീയ സമൂഹവുമായി പൊരുത്തപ്പെടാത്ത വളരെ പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ ഈ ഒരു പൊതു സമൂഹത്തോട് ഇടപെടാനുള്ള പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ അവർ കുടുംബവുമായി മാറി നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലൈംഗിക ആവശ്യങ്ങൾ അവർക്ക് കൂടുതലായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പെൺവാണിഭ കേന്ദ്രങ്ങൾ കൂണുപോലെ പല ജില്ലകളിലും ഭായിമാർക്ക് വേണ്ടി മുളച്ചു പൊന്നുന്നത്. വരുമ്പോൾ അവർക്ക് ഒരുപാട് ആരോപണം ഉണ്ടായിട്ടുള്ളതാണ്. എന്ന് തന്നെയാലും ഇതൊരു നാടിന് നടുക്കിയ ഒരു കൊലപാതകമാണെന്ന് തന്നെ പറയട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.